കുമാർ, അങ്ങ് കേരളത്തിലെ ഒരു പക്ഷേ കേരളത്തിലെ ജനസമൂഹത്തിന് മുന്നിൽ ഈ പാരഡി ഗാനങ്ങൾ ധാരാളം എഴുതിയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ആളുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഈ പാരഡിക്ക് സമയം കണ്ടെത്തുന്നത് എപ്പോഴാണ്? അതിനൊരു പശ്ചാത്തലം ആദ്യം പറയണം. എൻ്റെ കലാജീവിതം ഒരുപാട് യാദൃച്ഛികതകളുടെയും ആകസ്മികതകളുടെയും കൂടെ ഒരു കൂടിച്ചേരലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 40 വയസ്സ് വരെ തിരുവനന്തപുരത്ത് ആരാലും അറിയപ്പെടാതെ കഴിഞ്ഞ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. 40-ാം വയസ്സിലെ ഒരു സംഭവം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒറ്റ സംഭവം കൊണ്ടാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത്. 1989 എൻ്റെ പ്രായം തെറ്റിയ പ്രായത്തിൽ ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് ഈവനിങ് ലോ കോളേജിലെ ഒരു നിയമ വിദ്യാർത്ഥിയായിരുന്നു. ആ വർഷമാണ് യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ പ്രായം ഒരു ഘടകമല്ല, വിദ്യാർത്ഥി എന്ന സാങ്കേതികതയിൽ ആർക്കും പങ്കെടുക്കാമെന്നുള്ള ഒരു ഭേദഗതി വന്നു. ആ ഭേദഗതി ഉപയോഗിച്ച് കേരളത്തിൽ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഞാൻ. വയസ്സിൻ്റെ കല്യാണം എന്ന ഒരു തമാശ നിറഞ്ഞ ഒരു കഥാപ്രസംഗം 20 മിനിറ്റ് ആണ് കഥാപ്രസംഗത്തിന് അനുവദിച്ചത്. ആ കഥാപ്രസംഗം ഭയങ്കരമായിട്ടുള്ള സെൻസേഷൻ ഉണ്ടായി. കാരണം VJT ഹാൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായി. അപ്പോൾ അതുവരെ ആരും എന്നെ അറിയുമായിരുന്നില്ല. പക്ഷെ പിറ്റേന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എൻ്റെ പടവും എൻ്റെ ജീവചരിത്രവും എൻ്റെ ഭാര്യയുടെ പേരും എൻ്റെ മക്കളുടെ പേരും ഒരുപാട് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ വരെ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പെട്ടെന്നൊരു സ്റ്റാർ ആവുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തമാശയാണ്. അങ്ങനെ ഞാൻ ഈ തമാശയിലേക്ക് തിരിയുന്നു. പക്ഷെ അതിനുശേഷം എനിക്കൊരു താഴോട്ടൊരു പോക്കുണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ആ തമാശ കൊണ്ട് തന്നെ എനിക്ക് കുറേ അധികം ശ്രദ്ധ നേടാൻ സാധിച്ചു. പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ പാരഡി വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. അതായത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വാക്ക് അതിലുണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സാമ്പിൾ എടുക്കട്ടെ. പാരഡി അല്ലേ? ഓക്കെ. പ്രായപൂർത്തിയായ ഒരു മകൻ സ്നേഹിച്ചു വളർത്തിയ സ്വന്തം പിതാവിനോട് ഷെയർ ചോദിക്കുകയാണ്. ഷെയറുതാ പിശുക്കൻ തന്റെ ഷെയറുതാ, എത്ര വട്ടം ചോദിച്ചു ഞാൻ അപ്പാ ഷെയറുതാ, എല്ലാം തനിച്ചു വച്ചനുഭവിക്കാതെ എനിക്ക് പകുത്തുതാ. ഹേ തടിയാ ഹേ തടിയാ ഹേ തടിയാ, ഷെയറുതാ വയസ്സൻ തന്റെ ഷെയറുതാ, എത്ര വട്ടം ചോദിച്ചു ഞാൻ അപ്പാ ഷെയറുതാ, എല്ലാം അടക്കി വച്ചനുഭവിക്കാൻ എനിക്ക് പകുത്തുതാ. അപ്പം പറയാണ്, അവനും വിടുന്നില്ല. പേടിപ്പിക്കല്ലേ പുന്നാരമോനെ, പേടിപ്പിക്കല്ലേ പുന്നാരമോനെ, വഞ്ചനവാസനയുള്ളൊരു മോനെ, കാലണ പോലും നിനക്കു തരില്ലടാ ശീമോനെ. പറയുന്നു, നിന്നെ പടച്ചു വിട്ടൊരു നേരത്തു 10 തൈ കുഴിച്ചു വച്ചെങ്കിൽ ഇതിനിരട്ടി ആദായം എനിക്കുണ്ടാകുമായിരുന്നു പൊന്മോനെ. ഓ ഹേ ചതിയാ ഹേ ചതിയാ, ഷെയറുതാ വയസ്സൻ തന്റെ ഷെയറുതാ, എത്ര വട്ടം ചോദിച്ചു ഞാൻ അപ്പാ ഷെയറുതാ, എല്ലാം അടക്കി വച്ചനുഭവിക്കാതെ എനിക്ക് പകുത്തുതാ. ഏതായാലും ഈ പാരഡി ഔദ്യോഗിക ജീവിതത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഗുണവും ദോഷവും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ വളരെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഒരുപാട് എടുത്തു പറയാവുന്ന നേട്ടങ്ങളും ഉദ്യോഗ രംഗത്ത് കൈവരിച്ച ഒരാളാണ്. പക്ഷേ പലരും എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു തമാശക്കാരനല്ലേ എന്നൊരു മുൻവിധിയോട് കൂടിയിട്ട് എൻ്റെ പല നേട്ടങ്ങളും കാണാതെ പോയിട്ടുണ്ട്. അതെനിക്ക് പക്ഷെ അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ, പിന്നെ ഞാൻ ഒരു കളക്ടറായിരുന്ന ആ കാലയളവിൽ ഏറ്റവും കൂടുതൽ ജനസമ്പർക്കം ഉണ്ടാവുകയും 298ഓളം വേദികൾ ഞാൻ പാട്ട് പാടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ അയ്യപ്പൻ എങ്ങനെയാണ് ഔദ്യോഗിക ജീവിതത്തിൽ ഈ കലാഹൃദയം ഉള്ള ഒരാൾ എന്നത് ഗുണമാണോ ദോഷമാണോ ചെയ്തിട്ടുള്ളത്? ദോഷം ഒരിക്കലും ഉണ്ട്.